ജയിക്കുമെന്നോ? വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ഇതുവരെ പറഞ്ഞൊക്കെ വെറുതെയാണ്. ഷൗക്കത്ത് ജയിക്കും, ഈസി ആയിട്ട് ജയിക്കും. ഒരു 15,000 വോട്ടിന് ജയിക്കും. ആര് ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റൂല. അൻവറും ഷൗക്കത്തും ജയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്ന് കൂട്ടുകക്ഷിയായിട്ട് അൻവറിനെ കൂട്ട് വേണ്ടി വരുന്ന തോന്നുന്നത്. കോൺഗ്രസ് ജയിക്കാനാ സാധ്യത. ഷൗക്കത്ത് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഷുവറായിട്ട്. കറക്റ്റ് പ്രഡിക്റ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. സ്വരാജിന്റെ അവനൊന്നും പാടെ ശക്തിപ്പെടുത്തുന്ന പോലാണ്. ജയിക്കുമെന്നോ? വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ഇത്തവണ ഇത്ര ഉറപ്പ് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു അവസരം വീണ് കിട്ടിയതാ. ഞങ്ങൾ ആര്യടം മുഹമ്മദിന്റെ ആര്യടം ഷൗക്കത്തിന്റെ സീറ്റായിരുന്നു. 30-35 വർഷമായിട്ട് ആര്യടം മുഹമ്മദ് മാത്രമായിരുന്നു ഇവിടെ ജയിച്ചു പോയത്. അതിലാണ് ഇടപോലിട്ടിട്ട് പൈസ കയ്യിലാക്കിയിട്ട് എല്ലാവരും അനുവർ ചാക്കിലാക്കിയത്. അപ്പോൾ ദൈവം സത്യമുള്ളതല്ലേ. അപ്പോൾ ദൈവം അതുകൊണ്ടാണ് 10 കൊല്ലം പൂർത്തീകരിക്കാതെ ഇയാളെ കൊണ്ട് രാജിവെപ്പിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ ആര്യടം ഷൗക്കത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളെല്ലാ UDF എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾ വിജയിപ്പിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണോ? അറിയില്ല. കാണാൻ നല്ലതാ, കാണാൻ കുഴപ്പമില്ല. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. ഒരിക്കൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ഗുണഗണങ്ങളൊന്നും പറയാനില്ല. കാണാൻ കൊള്ളാൻ കുഴപ്പമില്ല. അയാൾ ഈ നാട്ടുകാരനാണ്. പാലയമാടാണ് സ്വരാജ്. പക്ഷെ അയാൾ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് എറണാകുളത്ത് പോയിട്ട് ഒരു തിരിഞ്ഞു പോലും ഞങ്ങളെ ബാധിക്കും. നിലമ്പൂർ മണ്ഡലത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ സീറ്റ് കിട്ടുന്ന നിർമ്മം മാത്രമാണ് ഇയാളങ്ങൾ കാണുന്നത് തന്നെ. അദ്ദേഹം പറയുന്നത് തന്നെ ഞാൻ നിലമ്പൂരുകാരനാന്ന് പറഞ്ഞാണല്ലോ. അത് നിലമ്പൂരുകാരൻ ഇപ്പോഴല്ലേ, നിലമ്പൂരായിരുന്നല്ലോ. അപ്പോൾ ഇയാൾ ഇലക്ഷൻ ചെയ്തിട്ട് MLA ആയിട്ട് പോയതാണല്ലോ എറണാകുളത്ത്. അവിടെ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തേതിലാണ് ഇയാൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് നിലമ്പൂരുകാരനാണ്. ആര്യടം ഷൗക്കത്തും ആര്യടം മുഹമ്മദും ഇവിടുത്തുകാരൻ തന്നെയാണ്. അപൂർവമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. അൻവറിന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? അൻവർ ഇതിൻ്റെ ഒരു സുവർണാവസരം തന്നതിൽ വളരെ നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ അൻവർ തന്നെയാണല്ലോ ഇതിനൊക്കെ കാരണക്കാരൻ. അൻവറും ഷൗക്കത്തും ജയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്ന് കൂട്ടുകക്ഷിയായിട്ട് അൻവറിനെ കൂട്ട് വേണ്ടി വരുന്ന തോന്നുന്നത്. അൻവർ കൂടുതൽ വോട്ട് പിടിക്കുന്നതാണോ? അതെ, അൻവർ നല്ല ശതമാനം വോട്ട് പിടിക്കും. പിന്നെ ഇപ്പോൾ സ്വരാജാണ്. സ്വരാജ് ജയിക്കുമോ എന്ന് ഉറപ്പല്ല. മിക്കവാറും സ്വരാജ് ജയിക്കുമെന്നാണ് തോന്നുന്നത്. സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത കൂടുതലാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്നാണ് സ്വരാജ്. അതെ, സ്വരാജ് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇവിടെ നല്ല നോക്കിയിട്ട് സ്വരാജാണ് നല്ല സ്ഥാനാർത്ഥി. നിലമ്പൂരുകാരൻ കൂടിയാണ്. അതെ, നിലമ്പൂരിലെ മന്ത്രിമാരൊക്കെ വരികയും ചെയ്തുകൊണ്ട് കൂടുതലും മന്ത്രിമാരെയൊക്കെ വരുന്നത് കൊണ്ട് കൂടുതൽ സാധ്യത കൂടുതലുണ്ട് എന്നാണ്. എന്നാലും അതിലും കൂടുതലാണ് നമ്മളെ ഷൗക്കത്ത് ജയിക്കാനാണ് ഉള്ളത്. നിലമ്പൂർ വാപ്പുട്ടിയൊക്കെ ജയിക്കും. അതാരാ ജയിക്കണേ? ഇവിടെ UDF ഒരു 10-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വാപ്പുട്ടിയൊക്കെ ശക്തനാണ് അവിടെ. അതിനെതിരെ ആരുമില്ല. ആര്യാടം ഷൗക്കത്ത്. സ്വരാജ് ഒന്നുമില്ല. അത് വെറുതെ പറഞ്ഞുണ്ടാക്കുക. അൻവർ ചിലപ്പോൾ ഒരു 2ാം സ്ഥാനത്തൊക്കെ വരും. സ്വരാജ് ഒന്നുമില്ല. ആര്യാടം ഷൗക്കത്തിനെ വിട്ടാൽ ഇവിടെ ആരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പാർട്ടിന് പോയതാണ്. കൂടെ തിരിച്ചു കൊടുക്കും. പിന്നെ ഗവൺമെൻറ്റിനെതിരല്ല ജനവികാരം. അത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അത് നിലമ്പൂർ കാണിച്ചു കൊടുക്കുക. കറക്റ്റ് പ്രഡിക്റ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. 3 പേരും നല്ല കട്ടക്ക് നിൽക്കുന്നുണ്ട്. എങ്ങനെ എന്തും സംഭവിക്കാൻ പറ്റും. എന്നാലൊരു മുൻതൂക്കം ആർക്കാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? മുൻതൂക്കം ഇല്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്ത് വേണം സംഭവിക്കാം. ഇപ്പൊ ഈ നിലവിലെ പ്രചാരണമൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ? സ്വരാജിന്റെ അവനൊന്നും പാടെ ശക്തിപ്പെടുത്തുന്ന പോലാണ്. പിന്നെ നിലപാടുള്ളത് ഒന്നാമത് നിലമ്പൂർ മണ്ഡലത്തിൽ അതിന്റെ പുറത്തേക്ക് പോയിട്ട് പ്രവർത്തിച്ച ആളാണ്. സ്വരാജാണ്. എല്ലാരും പറയുന്നത് പിന്നെ ഇങ്ങനെ സ്വരാജ് ഭരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ പറയുന്നത് സ്വരാജ് നിലമ്പൂരിന് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണല്ലോ. നിലമ്പൂരിന് വേണ്ടിയില്ല. നിലമ്പൂരിൽ നിന്നിട്ടില്ല. അവനൊരു എവിടെയും സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടില്ലല്ലോ. നിലമ്പൂരിൽ നിൽക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുക. പിന്നെ ഇവിടെ പോത്തല് പ്രളയം വന്നപ്പോഴൊക്കെ സ്വരാജ് ഉണ്ടായിരുന്നല്ലോ അൻവറിൻ്റെ കൂടെ. അപ്പോൾ സ്വരാജ് തന്നെയാണ് അവൻ്റെ ഒരു പ്രവർത്തനം കണ്ടിട്ട് സ്വരാജ് ജയിക്കുമെന്നാണ് എല്ലാവരുടെ മനസ്സില്ല. എൻ്റെ അഭിപ്രായമല്ല, ഞാൻ നാട്ടഭിപ്രായം പറയും. മനസ്സിനെല്ലാവരും അതാ പറയുന്നത് സ്വരാജ്. കോൺഗ്രസ് ജയിക്കാനാ സാധ്യത. ഷൗക്കത്ത് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഷുവറായിട്ട്.
സംശയമില്ല. പ്രചാരണമൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ്. ആ നിലവിൽ പ്രചാരത്തിൽ ആര്യാടൻ്റെ മണ്ണല്ലേ, അപ്പം തീർച്ചയായിട്ടും ജയിക്കുമെന്ന് ഉറപ്പാണ്. സംശയം ഞങ്ങൾക്കില്ല. അൻവറും ഉണ്ടല്ലോ അപ്പുറത്ത്. അൻവർ ഉണ്ടായാലും LDF ഉണ്ടായാലും കാര്യം നമ്മളെന്തായാലും ജയിക്കും. ആര്യാടൻ്റെ മണ്ണാണ്, കോൺഗ്രസിൻ്റെ മണ്ണാണ്, തീർച്ചയായിട്ടും ജയിക്കും. പക്ഷേ ഒരു തവണ നിന്നപ്പോൾ അദ്ദേഹം തോറ്റതായിരുന്നല്ലോ നിലമ്പൂരിലെ. പക്ഷേ ഇന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, എല്ലാ ഗ്രൂപ്പും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ല, ജയിക്കൽ അനിവാര്യമാണ്. തീർച്ചയായും അൻവറിനൊരു വോട്ട് പിടിക്കാൻ ഇവിടെ പറ്റുമോ? സാധ്യതയില്ല. കേരളത്തിൽ 2 മുന്നണിയാണ്. ആ 2 മുന്നണിക്ക് UDF-ന് LDF-ന് വെച്ചാൽ UDF-ന് ഇതിലെ മേൽക്കോയ്മയുള്ളൂ. BJP-യുടെ ഒരു പ്രവർത്തനം എന്താ തോന്നുന്നത്? BJP ശക്തിയല്ല, ഇവിടെ ശക്തിയല്ല. സ്ഥാനാർത്ഥിക്ക് അങ്ങനെ വലിയ പ്രചാരണം ഇല്ലാന്നാണോ? അതിവിടെ ശക്തിയല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണില്ല. എന്നാൽ UDF ആൻ ഭൂരിപക്ഷത്തിൽ ചെയ്യും. നിലമ്പൂർ ആര് വന്നാലായിരിക്കും ഒരു വികസനം ഉണ്ടാവുക? ഷൗക്കത്ത് എന്നാൽ തീർച്ചയായിട്ടും. അതെ, കാരണം അദ്ദേഹം ഈ അദ്ദേഹത്തിന് പഞ്ചായത്ത് അറിയാം, ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലം അറിയാം, ജനങ്ങളറിയാം, എല്ലാവരും നല്ല ബന്ധമാണ്, നല്ല നേതാവാണ്. തീർച്ചയായും ജയിക്കും. ഇത്തവണ എന്തായാലും വിജയിക്കും തന്നെയാണ് പറയുന്നത്. അതെ. എന്തുകൊണ്ട് ഇത്ര ഉറപ്പ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രിയങ്ക വന്നതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവും. വീടിറങ്ങി ഇപ്പോൾ വീട് കയറിയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രചാരമൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഇത്തവണ ഉഷാറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ പ്രചാരണമൊക്കെ? നല്ല പ്രചാരണമാണ്. ഇത്തവണ എന്തായാലും ജയിക്കുന്ന എന്തായാലും ജയിക്കും. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കും. പക്ഷേ എല്ലാവരും പറയുന്ന അൻവർ കുറച്ച് വോട്ട് മേടിക്കാൻ സാധ്യതയുണ്ട്. UDF-ന് വോട്ട് പിടിക്കുമല്ലോ, CPM-ൻ്റെ വോട്ടാണ് പിടിക്കുക. അതെന്താ ഇത്ര ഉറപ്പ്? അത് ഉറപ്പാണ്. അൻവറിനെ CPM ആണെന്നല്ല കൊണ്ടുവന്ന് നിർത്തിവിടാ, അപ്പം ആ വോട്ടല്ലേ പോകും. ഇപ്പം നേതാക്കളൊക്കെ ഇറങ്ങി പ്രചാരണം നടത്തുന്നുണ്ട്. ഇപ്പം CPM-ന് വേണ്ടിയിട്ടാണെങ്കിൽ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ വോട്ട് കുറയാൻ സാധ്യതയുണ്ടാവും. അങ്ങനെയാണ് പാലക്കാടെല്ലാം ജയിക്കേണ്ടതല്ലേ, ജയിച്ചിട്ടില്ലല്ലോ. അപ്പം ഭരണവിരുദ്ധ വികാരം എന്തായാലും ഉണ്ടാവും. ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെ അതെ, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയത്താണെങ്കിൽ കൂടിയും ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്നതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആവേശം കാണുമ്പോൾ തീർച്ചയായും UDF തന്നെയായിരിക്കും വിജയം എന്നാണ് തോന്നുന്നത്. ഉറപ്പായിട്ടും UDF ജയിക്കും. നിലമ്പൂർ UDF ബൗട്ടിയാക്ക വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. നിലമ്പൂരിന് ഷൗക്കത്ത് വന്നാലാണ് വികസനം ഉണ്ടാവുക. അത് അങ്ങനെ തന്നെയാണ്. വാപ്പ ആയിട്ട് പാരമ്പര്യമായിട്ട് നല്ല വികസനം ചെയ്ത. അൻവർ ഉള്ളപ്പോൾ വികസനം ഉണ്ടായിരുന്നില്ലേ? അൻവർ ഉള്ളപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റൂല, മോശമാണ്. പിന്നെ ഇവിടെ ബൈപ്പാസിൻ്റെ പ്രശ്നമുണ്ട്, പല വിഷയങ്ങളും ഉണ്ട്. 9 കൊല്ലമായില്ലേ. അപ്പോൾ നല്ലൊരു 20,000 മേലെ ഭൂരിപക്ഷത്തിന് ബൗട്ടിയാക്ക ജയിച്ചു. പക്ഷേ LDF സർക്കാർ പറയുന്നത് ഇവിടെ റോഡുകളുടെയൊക്കെ വികസനം ഉണ്ടാക്കിയതൊക്കെ അവരാണെന്നാണല്ലോ. അല്ലല്ല, അത് ഇപ്പോൾ ഓരോ ഗവൺമെൻറ് വരുമ്പോൾ റോഡ് പറ്റ പൊളിഞ്ഞു കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വികസനം ഉള്ളൂ, ഫുള്ളായിട്ട് വികസനം വന്നിട്ടില്ല. സ്വരാജ് നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥി മോശമൊന്നും പറയണമെന്നില്ല, പക്ഷേ ഇവിടുത്തെ വികസനം ഇവിടെ നാട്ടുകാർക്കും വേണ്ടിയിട്ടൊക്കെ എല്ലാ കാര്യത്തിനും ഇറങ്ങാനും നമുക്ക് എപ്പോൾ ചെന്ന് ചോദിച്ചാലും എന്ത് കാര്യം മൂപ്പര് പിന്നെ ചെയ്തു തരും. സുരാജിനെ ഇവിടെ അങ്ങനെ കാണില്ലല്ലോ. ഇതുവരെ പറഞ്ഞൊക്കെ വെറുതെയാണ്. ഷൗക്കത്ത് ജയിക്കും, ഈസി ആയിട്ട് ജയിക്കും. ഒരു 15,000 വോട്ടിന് ജയിക്കും. അൻവർ വോട്ട് പിടിക്കും, അൻവർ നന്ന വോട്ട് പിടിക്കും. അത് CPM-ൻ്റെ വോട്ടായിരിക്കും. അത് അൻവർ തന്ത്രജ്ഞനാണ്. അൻവർ പിണറായിക്കെതിരെയാണ് പോരാടുന്നത്. അപ്പോൾ CPM-ൻ്റെ വോട്ടാണ് അൻവർ പിടിക്കുക. സ്വരാജ് ഈ പേരുകൊണ്ട് നാട്ടുകാരനുള്ളൂ, അവനെ തൃക്കാക്കര ആട്ടി വിട്ടല്ലേ, അപ്പോൾ അവൻ പിടിക്കാൻ ചാൻസ് ഇല്ല. നിലവിൽ നിലമ്പൂർ വികസനം കൊണ്ടുവരുന്നത് ഷൗക്കത്താണെന്നാണ് പറയുന്നത്. ഷൗക്കത്ത് അത് പാരമ്പര്യമാണല്ലോ, വാപ്പാടലൂടെയുള്ള പാരമ്പര്യമാണ്. അതെന്തായാലും ഇവിടെ നടപ്പാക്കും. 15,000 വോട്ടിന് മോൾക്ക് ഷൗക്കത്ത് പിടിക്കും. BJP ചിത്രത്തിലേ ഇല്ല. അത് കുറച്ച് ക്യാഷും കൊടുത്ത് നിർത്താനല്ലാതെ BJPക്ക് ഇവിടെ റോളില്ല. ഇവിടെ മത്സരം നടക്കുന്നത് ഇപ്പോൾ അൻവറും കൂടെ ഉണ്ട്. 3 ടീമുകളായിട്ടാണ്, വേറെ ആരും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു 10-25,000 വോട്ടിൻ്റെ മേലെ സുഖത്തിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ അൻവർ വോട്ട് പിടിക്കും, പക്ഷേ അതിൽ 2 ഭാഗം ഇടതുപക്ഷ വോട്ടുകളായിരിക്കും പിടിക്കുക. അൻവറിൻ്റെ ഈ 9 കൊല്ലത്തെ ബന്ധം ശരിക്കും ഇടതുപക്ഷ അണികളിലോട്ടുള്ളതാണ്. ആ ബന്ധം അൻവർ മുതലാക്കുന്നുണ്ട്. അതിൽ ചെറിയ രീതിയിലുള്ള ചോർച്ചന് UDF-ൽ വന്നാലും സുഖത്തിന് 10-25,000 വോട്ടിൻ്റെ മുകളിലായിട്ട് ലീഡ് കൊണ്ടുവരുന്നതാണ് ചാൻസ് കാണുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 10-20 വർഷം ഈ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ച് പരിചയമല്ല. വാപ്പ ആര്യാടൻ്റെ ഫസ്റ്റിൻ്റെ ഒരു 15 വയസ്സ് മുതൽ ഫീൽഡ് കയറുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദിന് വേണ്ടിയിട്ട്. അന്ന് മുതൽ നമ്മൾ ഇവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കണം. ഇപ്പോൾ വെച്ച് മനസ്സിലാക്കിയാലും ഇപ്പോൾ ആര്യാടൻ സൗഖ്യത്തിനായിട്ടുള്ള ട്രെൻഡ് ഉണ്ട് ഇവിടെ.
നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ആ ട്രെൻഡ് ഉണ്ട്. വാപ്പാൻ്റെ മോൻ എന്നുള്ള ആ പേരും കൂടെ എടുത്തുകൊണ്ടാണ് ആര്യയുടെ സൗഖ്യത്തിൻ്റെ വിജയ പ്രാവശ്യം ഉണ്ടാവുക. അതിനുള്ള ചാൻസ് നല്ലതാണ്. അതെ. പക്ഷെ അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് നിലനിൽക്കുന്നത്. അന്ന് കോൺഗ്രസിലും ലീഗിലും UDF സംവിധാനത്തിലും മൊത്തത്തിലുള്ള പ്രശ്നം കാരണമാണ് സൗഖ്യത്തിൻ്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അല്ലാതെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള പ്രിയങ്ക ഗാന്ധി 62,000 വോട്ടിന് വിജയിച്ച മണ്ഡലം UDF വീണ്ടും 2,000 വോട്ടുകളോട് എഴുതി ചേർത്തു. 70,000 അതിൻ്റെ പകുതി എന്തായാലും സൗഖ്യത്തിൻ്റെ കയ്യിലേക്ക് വരുന്നു പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും 10 കുറച്ചിട്ടാണ് 25,000-ൻ്റെ മുകളിൽ കാണുമെന്ന് പറഞ്ഞത്. ഒരു 25,000 വോട്ടിൻ്റെ മുകളിൽ ലീഡിൽ സൗഖ്യത്തിൻ്റെ വിജയം നമ്മൾ കാണും. ഇവിടെ BJP ദയനീയമായി പരാജയപ്പെട്ടു. അവർ എടുത്ത ട്രിക്കുകളെല്ലാം വോട്ട് പിടിക്കാൻ കഴിയില്ല. അവർ 4,000-5,000-ൻ്റെ ഇടയിലുള്ള വോട്ടുകൾക്ക് അവർക്ക് ചാൻസ് ഉള്ളൂ. അത് ആ പാർട്ടി അത്രയും കേഡറായിരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ വോട്ട് മാത്രമേ BJPക്ക് ഉണ്ടാവുള്ളൂ. അൻവർ അല്ല, അൻവർ ചില്ലറ വോട്ടല്ല പിടിക്കുക. അൻവർ പറഞ്ഞ പോലെ 10,000 വോട്ട് ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് അൻവർ വന്നാലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല. അവിടേക്കുള്ള ചാൻസ് അൻവർ കാണിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കർമാരും ഉണ്ട്. ഉള്ളത് ചെറുപ്പക്കാർ, യുവാക്കളാണ് അൻവറിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മുന്നണി ചർച്ച ചെയ്തപ്പോഴും LDF ആയാലും UDF ആയാലും ഒറിജിനലായിട്ട് ഇവിടുത്തെ ഭരണ പരാജയങ്ങൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഒരു ചെറിയ രീതിയിൽ മറ്റുള്ള ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളെ പിന്തുണ വാങ്ങിയെന്നും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ശരിക്ക് എല്ലാ നേതാക്കന്മാരും പരാജയപ്പെട്ടു. ഇവിടെ ചർച്ച വരുന്നത് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഇവിടുത്തെ തോടും പാലോ റോഡും കാര്യങ്ങളായിരുന്നു. അത് ഈ 9 വർഷമായിട്ട് ഇവിടെ ഉണ്ടോ അല്ലേ എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല. സത്യത്തിൽ ഇവർ വന്യജീവി ശല്യം ഇവിടെ മാത്രമല്ല കേരളം മൊത്തത്തിലുണ്ടെങ്കിലും നിലമ്പൂർ മേഖല സമയത്തോളം ഈ ഒരു U-ടൈപ്പിൻ്റെ ഒരു സൈഡ് ഫുള്ള്, അതായത് എല്ലാ പഞ്ചായത്തുകളും പകുതി ഭാഗങ്ങളോളം കാടാണ്. അതിൽ വന്യമൃഗ ശല്യം നല്ലുണ്ട്, എല്ലാ പ്രാവശ്യവും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കൂടുതലായിട്ടുണ്ട്. അതിവിടെ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതും അൻവറാണ് അത് ചർച്ച ചെയ്തിട്ടുള്ളത് ആ പ്രശ്നം. നിലമ്പൂരിൽ ആര് ജയിക്കാനാണ് സാധ്യത? നിലമ്പൂർ എന്ന് പറഞ്ഞാൽ മുൻതൂക്കം ഇപ്പോൾ കാണുന്നത് ആര്യയുടെ സൗഖ്യത്തിനാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്രെൻഡ് ഇതാണ്. ഓരോരോ ടൈമിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ട്രെൻഡ്. മന്ത്രിമാരൊക്കെ വന്നതല്ലേ, LDFന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ആർക്ക്? LDFന് സ്വരാജിന് സ്വരാജ് മന്ത്രിമാർ വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ അതേമാതിരി ഇപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിടത്തൊക്കെ നല്ല മന്ത്രിമാരും പിന്നെ ആന്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പം നേരെ പറിച്ചല്ലേ. ഇവിടെ നിന്നാൽ ഇവിടെ പിടിച്ചിടത്തോളം നമ്മളിപ്പോൾ നാട്ടുകാർക്ക് ഞാൻ കണ്ടത് സൗഖ്യത്തിനാണ്. അല്ലാതെ മറ്റുള്ളവർ പിന്നെ ജനങ്ങളെ കയ്യിലാണ്. പിന്നെ വേറെ പോടുന്നത് അൻവർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാര്യമല്ല പറയണേ. എൻ്റെ കാര്യത്തിൽ അയാളെ സ്വന്തം കാര്യം പറയണേ. ഇല്ല. അയാൾ പറഞ്ഞ അയാൾക്ക് മുഖ്യമന്ത്രി വേണം, പിന്നെ റവന്യൂ മന്ത്രി വേണം, മറ്റു വേണം, അത് സ്വന്തം താല്പര്യമല്ലേ. പിന്നെ അയാൾ പറഞ്ഞ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഒരു നേരട്ട ഷർട്ടാണ് പിന്നെ തിരുമ്പി ഇട്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതും എന്താണ് ഭൂമിയും സ്വത്തും ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് 52 കോടി, ഒരു ഭാര്യയ്ക്ക് ഇത്ര കോടി, 2ാം ഭാര്യയ്ക്ക് ഇത്ര കോടി, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ജനങ്ങളൊരു വിഡ്ഢിയൊക്കെയല്ലേ. അത് അത്രയുള്ള ന്യായം മനസ്സിലാക്കണം. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. രാഷ്ട്രീയക്കാർ പറയുന്നത് എല്ലാം നമ്മൾ എന്താണ് ഉണ്ട്. ജനങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ഈ നിലമ്പൂർ ഭാഗത്തിന് നോക്കിങ്ങൾ എത്ര ആൾക്കാർ ജീവൻ പോയി. ഒരു കുട്ടി മരിച്ചു, അതിനെ പറ്റി അത് മറന്ന് ആ 1 ദിവസം 2 ദിവസമായിട്ടുള്ളൂ. പിന്നെ ഒരാൾ പുലി അടിച്ചു കൊടുന്ന് അതും മറന്ന്. പിന്നെ അതൊക്കെ ഒരു ഇനിയിപ്പം നാളെ ഇപ്പം ഇതിൻ്റെ കാലാവസ്ഥ നാളെ കഴിഞ്ഞ് 23-ാം തീയതി പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മറന്ന് വോട്ട് ചെയ്ത ജനങ്ങളെന്തായി അവര് പിന്നെ മാറ്റം കഴിഞ്ഞാൽ അടുത്തിപ്പോൾ 10 കൊല്ലം തുടർച്ചയായിട്ട് പോയി ഭരിച്ചില്ലേ. ഇനിയിപ്പം പറഞ്ഞാൽ ഒരു മാറ്റം വേണ്ടേ? ഏതായാലും വേണ്ട ഒരു മാറ്റം വേണ്ടേ? ശരിയായില്ല, അങ്ങനെയല്ല, ശരിയായില്ലെന്നല്ല, ഒരു മാറ്റമില്ലെന്നല്ലല്ലോ. ഇപ്പോൾ ഒരു വീട് വെച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീട് വെച്ച് കൂട്ടത്തിൽ താമസം ഞാൻ വേറെ പോകുന്നില്ലേ. ഇന്നമാതിരി ഒരു മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതിൽ വേണ്ടത്. പിന്നെ ന്യൂ ജനറേഷൻ്റെ
ഉള്ളിൽ ഇപ്പം എന്താണെന്നുള്ള അറിയില്ല. പിന്നെ കുറേ വോട്ടർമാരുണ്ടല്ലോ, 18 വയസ്സായ കുറേ പുതിയ പുതിയ വോട്ടർമാരുണ്ടല്ലോ, അവരുടെ ട്രെൻഡിങ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ കുറച്ച് പ്രായമുള്ളവരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒന്നുകൂടി ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടണം. അപ്പം പിന്നെ പ്രായമുള്ള ചിന്ത അങ്ങനെയാണ്. ശരി, പോയിക്കോട്ടെ. നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ സൈഡിൽ നിന്നുള്ളത്. എന്തായാലും ഇൻഷാല്ലാഹ് ഉറപ്പായിട്ടും ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാലാണ് നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് കൂടുതൽ മെച്ചമുണ്ടാവുക എന്നാണ്. UDF അധികാരത്തിൽ വന്നാലാണ് നിങ്ങളെപ്പോലെ യുവാക്കൾക്ക് മെച്ചമുണ്ടാവുക എന്നാണോ കരുതുന്നത്? ആണ്, ഉറപ്പായിട്ടും. കാരണം LDF സർക്കാർ ദുർഭരണമാണ് നടത്തുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാണ് ആക്കുന്നത്. അത് നമ്മളെ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയാണ് തീർച്ചയായിട്ടും LDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇക്കൊല്ലം UDF 9 കൊല്ലമായിട്ട് UDF നഷ്ടപ്പെട്ട മണ്ഡലമാണിത്. ഇത് UDF വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കും. 9 വർഷമായിട്ട് UDF നഷ്ടപ്പെട്ട മണ്ഡലമാണ് നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ നിന്നുകൊണ്ട് ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് യാതൊരു സംശയമല്ല. ഷൗക്കത്ത് മുമ്പ് നിന്നത് അന്ന് ഈ രാഷ്ട്രീയത്തിൻ്റെ പല ഘട്ടങ്ങളിലായി സംഭവിച്ച പാളീച്ചകൾ ആണ് ഈ വോട്ടർമാരെടുത്ത്. അത് അവർ മനസ്സിലാക്കി ഈ രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങോട്ടല്ല അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അതിനെല്ലാം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്താണെങ്കിലും ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഈ UDF നേതാക്കളൊക്കെ പ്രചാരണത്തിന് വരികയും UDF നേതാക്കന്മാർ അടിത്തട്ട് മുതൽ മോൾ തട്ട് വരെ എല്ലാം സജീവമാണ്. ബൂത്ത് മുതൽ എല്ലാ മണ്ഡലം കമ്മിറ്റികളും സജീവമാണ്. അതിലൊരു കമ്മിയില്ല. ഞങ്ങൾ ലീഗുകാരും കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നേരിടും. ഇപ്പോൾ അൻവർ പറയുന്നത് മലപ്പുറത്തിനെ വിഭജിക്കണം എന്നൊക്കെയാണല്ലോ. അൻവർ എന്താ പറയുക, അൻവറിന് ഇപ്പോൾ എന്ത് വന്നാലും സംഭവിച്ചെന്ന് അറിയില്ല. അൻവർ പല പല കാര്യങ്ങൾ മാറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അൻവർ UDFേക്കിൽ വരാൻ പറഞ്ഞു, UDF വാതിൽ തുറന്നിട്ട് പറഞ്ഞു, അങ്ങനെ പോയി വർത്തമാനം പറഞ്ഞു പോയി. ഒന്നിപ്പോൾ ശരിയല്ല. അദ്ദേഹം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അത് ഞങ്ങൾ പ്രതികരിക്കണില്ല. ഞങ്ങൾ ഈ മണ്ഡലം പിടിച്ചടക്കാനുള്ള തീരുമാനത്തിലാണ്.